ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ്. ഇന്ന് നമുക്ക് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് പഠിക്കാം. അതിലെ 5th ചാപ്റ്റർ വെൻ കറണ്ട് ഫ്ലോസ്, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ. കറണ്ടിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു ദിവസം പോയിട്ട് 1 മണിക്കൂർ പോലും കറണ്ട് ഇല്ലാത്ത അവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ കഴിയില്ല, അല്ലേ? കറണ്ട് ഇല്ലാതിരിക്കുന്ന ദിവസങ്ങളിലാണ് നമ്മൾ അതിൻ്റെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നും വൈദ്യുതിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. What are the problems you face at home on a day when there is no power supply? ഒരു ദിവസം പവർ സപ്ലൈ ഇല്ലാതിരുന്നാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ദ ബൾബ് വിൽ നോട്ട് ഗ്ലോ, ബൾബ് കത്തില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ലൈറ്റ് എ കെറോസിൻ ലാമ്പ് ഓർ ക്യാൻഡിൽ, മണ്ണെണ്ണ വിളക്കോ മെഴുകുതിരിയോ കത്തിക്കേണ്ടി വരും. അതുപോലെ ദ ഫാൻസ് വിൽ നോട്ട് വർക്ക്, സോ വി ഹാവ് ടു ബിയർ ദ ഹീറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഫാൻ വർക്ക് ചെയ്യില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അറ്റ്മോസ്ഫിയറിലെ ചൂടെല്ലാം സഹിക്കണം. ദ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഇൻ ദ കിച്ചൺ വിൽ നോട്ട് വർക്ക്, കിച്ചണിലെ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് വർക്ക് ചെയ്യില്ല. വി വിൽ നോട്ട് ഏബിൾ ടു പ്രിപ്പയർ ഫുഡ് ഇൻ കറക്റ്റ് ടൈം, നമുക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. ഫ്രിഡ്ജ്, ടി വി, റേഡിയോ ആൻഡ് ഇലക്ട്രിക് അയൺ വിൽ നോട്ട് വർക്ക്, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യില്ല, ടി വി, റേഡിയോ, അതുപോലെ ഇലക്ട്രിക് അയൺ ഇതൊന്നും വർക്ക് ചെയ്യില്ല. ദ മോട്ടോർ വിൽ നോട്ട് വർക്ക്, സോ വി കനോട്ട് പമ്പ് വാട്ടർ, മോട്ടോർ വർക്ക് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ വെള്ളം പമ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അല്ലേ? എങ്കിൽ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടോർച്ച് ഉണ്ടെങ്കിൽ ടോർച്ച് കത്തിക്കും, അല്ലേ? ഹൗ ദ ടോർച്ച് ബൾബ് ഗ്ലോസ്, അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇല്ലാതെ ടോർച്ച് ബൾബ് എങ്ങനെയാണ് കത്തുന്നത്? ഇലക്ട്രിക് സർക്യൂട്ട് വഴിയാണ് ടോർച്ച് ബൾബ് കത്തുന്നത്. അതെന്താണെന്ന് പറഞ്ഞു തരാം. 2 ടോർച്ച് സെൽസും പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, ബാറ്ററി, ഒരു ടോർച്ച് ബൾബും 2 പീസസ് കോപ്പർ വയറും ഉപയോഗിച്ച്, കോപ്പർ വയർ എന്താ, ചെമ്പ് കമ്പിയും ഉപയോഗിച്ച് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ബൾബ് കത്തുന്നത് കാണാം. ഈ അറേഞ്ച്മെൻറ്റാണ് ഇലക്ട്രിക് സർക്യൂട്ട്. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിലൂടെ എങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്തത്? എ പാത്ത് ഈസ് പ്രിപ്പയർഡ് ഫോർ കറണ്ട് ടു ഫ്ലോ ഫ്രം വൺ ടെർമിനൽ ടു ദ അതർ ടെർമിനൽ ഓഫ് ദ ടോർച്ച് സെൽസ് ത്രൂ എ കോപ്പർ വയർ ആൻഡ് എ ബൾബ്. ഈ പറഞ്ഞവയെല്ലാം ശരിയായ രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ ടോർച്ച് സെല്ലിലെ ഒരു ടെർമിനലിൽ നിന്നും അടുത്ത ടെർമിനലിലേക്ക്, പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഉണ്ടല്ലോ, അവിടെ നിന്നും കറണ്ട് ഫ്ലോ ചെയ്യും. ഏതിലൂടെയാണ്? കോപ്പർ വയറിലൂടെയും ബൾബിലൂടെയും. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ബൾബ് കത്തുന്നു. മനസ്സിലായോ? എ പാത്ത് ഈസ് പ്രിപ്പയർഡ് ഫോർ കറണ്ട് ടു ഫ്ലോ ഫ്രം വൺ ടെർമിനൽ ടു ദ അതർ ടെർമിനൽ ഓഫ് ദ ടോർച്ച് സെൽസ്. ഈ കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു പാത്ത് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ബൾബ് പ്രകാശിക്കണമെങ്കിൽ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിരിക്കണം. അതായത് എവിടെയെങ്കിലും ബ്രേക്കേജ് പാടില്ല. കറക്റ്റ് എല്ലാ ഭാഗവും ക്ലോസ്ഡ് ആയിരിക്കണം. ഇവിടെ നോക്കൂ, ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ആ ടോർച്ച് സെല്ലിലെ നെഗറ്റീവ് ടെർമിനൽ, പോസിറ്റീവ് ടെർമിനൽ, ആ പോസിറ്റീവ് ടെർമിനൽ അടുത്ത ടോർച്ച് സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സെല്ലിൽ നിന്നും കോപ്പർ വയേഴ്സ് എവിടേക്കാണ്? ബൾബിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? 2 ടോർച്ച് സെല്ലിൽ നിന്നും കോപ്പർ വയർ, ചെമ്പ് കമ്പിയാണ് ബൾബിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബൾബ് പ്രകാശിക്കുന്നു. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണെന്ന് പറയാം. മനസ്സിലായോ? ക്ലോസ്ഡ് സർക്യൂട്ട്. കാരണം ഇവിടെ ആ പാത്ത് കംപ്ലീറ്റ് ആണ്, എവിടെയും ഒരു ബ്രേക്കേജ് ഇല്ല. അതുകൊണ്ട് ഇത് ക്ലോസ്ഡ് സർക്യൂട്ടാണ്. അപ്പോൾ ഹൗ ദ ടോർച്ച് ബൾബ് ഗ്ലോസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? എ പാത്ത് ഈസ് പ്രിപ്പയർഡ് ഫോർ കറണ്ട് ടു ഫ്ലോ ഫ്രം one terminal to the other terminal of the torch cells through a copper wire and a bulb. The bulb glows when the circuit is complete. അങ്ങനെയാണ് ബൾബ് ഗ്ലോ ചെയ്യുന്നത്. What is closed circuit? A path is prepared for current to flow from one terminal to the other terminal of the torch cells through the copper wire and the bulb. The bulb glows when the circuit is complete. Such a circuit is called closed circuit. ഇതാണ് ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെ ഡയഗ്രാം. ഇതിലെല്ലാ പാർട്ടുകളും കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഒരു ഭാഗവും വിച്ഛേദിച്ചിട്ടില്ല. ഇതാ നോക്കൂ, ടോർച്ച് സെൽസിലെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് കാണിച്ചിട്ടുണ്ട്. ഒരു സെല്ലിലെ പോസിറ്റീവ് ടെർമിനൽ അടുത്ത സെല്ലിലെ നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 സെല്ലിൽ നിന്നും കോപ്പർ വയർ ബൾബിലോട്ട് കൊടുത്തിട്ടുണ്ട്. ബൾബ് ഗ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇത് ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ ഇനി എന്താണ് ഓപ്പൺ സർക്യൂട്ട്? If the flow of electricity between the terminal is not complete, then it is an open circuit. The bulb in it does not glow. അതായത് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന പാത്ത് കംപ്ലീറ്റ് അല്ല എങ്കിൽ
അതിനെ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയാം. ഓപ്പൺ സർക്യൂട്ടിൽ ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല, ബൾബ് പ്രകാശിക്കില്ല. ഈ സർക്യൂട്ട് കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ ആ സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. മനസ്സിലായോ? സർക്യൂട്ട് ഇൻകംപ്ലീറ്റ് എന്ന് വെച്ചാൽ അത് ഓപ്പൺ ആണ്, എവിടെയെങ്കിലും ബ്രേക്കേജ് കാണും. ഈ രണ്ട് ഡയഗ്രാംസിൽ നിന്നും നിങ്ങൾക്ക് ഓപ്പൺ സർക്യൂട്ട് മനസ്സിലാകും. ഇതിൽ രണ്ടും എന്താണ്? ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന പാത്ത് കംപ്ലീറ്റ് അല്ല. ഫസ്റ്റ് ഡയഗ്രത്തിൽ ആ സെല്ലുകൾ തമ്മിൽ ഗ്യാപ്പ് ഉണ്ട് അല്ലേ, അത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ബ്രേക്കേജ് വന്നു, അതുകൊണ്ട് ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. ഇതുവഴി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ ബൾബ് ഗ്ലോ ചെയ്യില്ല. രണ്ടാമത്തതിൽ ആ സെല്ലിൽ നിന്നും കോപ്പർ വയർ വിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലായോ? ആ സെല്ലുമായിട്ട് കോപ്പർ വയർ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ബൾബ് ഗ്ലോ ചെയ്യില്ല. അപ്പോൾ ഈ രണ്ട് പിക്ചറും ഓപ്പൺ സർക്യൂട്ടിൻ്റെ ഡയഗ്രമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട്, അതുപോലെ എന്താണ് ഓപ്പൺ സർക്യൂട്ട് എന്ന് മനസ്സിലായി. അതിനെ സൂചിപ്പിക്കുന്ന ഡയഗ്രാംസും വരയ്ക്കുക. ഹാവ് യു ഒബ്സർവ്ഡ് വാട്ട് ഹാപ്പൻസ് ടു എ ബൾബ് വെൻ ഇറ്റ് ഫ്യൂസസ്? ഈസ് ദ സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ ദെൻ? ഒരു ബൾബ് ഫ്യൂസ് ആകുമ്പോൾ ആ ബൾബ് ഗ്ലോ ചെയ്യില്ല. ഒരു ബൾബ് ഫ്യൂസ് ആകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വെൻ എ ബൾബ് ഗെറ്റ്സ് ഫ്യൂസ്ഡ്, ദ ഫിലമെൻറ്റ് ഇൻ ഇറ്റ് ഗെറ്റ്സ് ബേൺഡ് ആൻഡ് ദ ക്ലോസ്ഡ് സർക്യൂട്ട് ബിക്കംസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. സോ ദ ബൾബ് ഡസ് നോട്ട് ഗ്ലോ. ബൾബ് ഫ്യൂസ് ആകുമ്പോൾ അതിനകത്തുള്ള ഫിലമെൻറ്റ്, ബൾബിനകത്ത് ഫിലമെൻ്റ് ഉണ്ടല്ലോ, ആ ഫിലമെൻറ്റ് കത്തിയിട്ട് അതെന്താണ്? ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരുന്നത് ഓപ്പൺ സർക്യൂട്ട് ആവുകയാണ്. ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ അതിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യില്ല, അങ്ങനെ ബൾബ് ഗ്ലോ ചെയ്യില്ല. ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ് അല്ലേ? ഫ്യൂസായ ബൾബ് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ടാണ്. ബൾബിനുള്ളിലെ ഫിലമെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ, അത് ഫ്യൂസ് ആകുമ്പോൾ ഫിലമെൻറ്റ് പൊട്ടി ബൾബിനുള്ളിൽ വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഗ്യാപ്പ് ഉണ്ടാവുകയും ഇലക്ട്രിസിറ്റി അതുവഴി ഫ്ലോ ചെയ്യില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടിൽ ബൾബിന് പകരം ബസർ ഉപയോഗിക്കണം. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ ബൾബാണ് ഉപയോഗിച്ചത്, ആ ബൾബ് പ്രകാശിക്കുന്നത് കണ്ടു. അതുപോലെ ഓപ്പൺ സർക്യൂട്ടിൽ ബൾബ് പ്രകാശിക്കുന്നില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ദ സർക്യൂട്ട് ബൈ റീപ്ലേസിംഗ് ദ ബൾബ് വിത്ത് എ ബസർ. ഡസിൻ ദ ബസർ വർക്ക്? ആ സർക്യൂട്ടിൽ ബൾബിന് പകരം ബസർ ഉപയോഗിക്കുക. ബസർ വർക്ക് ചെയ്യുന്നുണ്ടോ? ആൻസർ എന്താ? യെസ്, ദ ബസർ വർക്ക്സ് വെൻ ദ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റ്. സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ, അതായത് ക്ലോസ്ഡ് ആണെങ്കിൽ ആ ബസർ വർക്ക് ചെയ്യും. മനസ്സിലായോ? ദ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കംപ്ലീറ്റ് ദ സർക്യൂട്ട് ബൈ റീപ്ലേസിംഗ് ദ ബസർ വിത്ത് എ മിനി മോട്ടോർ. ഇനി ബസർ മാറ്റിയിട്ട് അവിടെ മിനി മോട്ടോർ വയ്ക്കുക, ഒരു ചെറിയ മോട്ടോർ ഫിക്സ് ചെയ്യുക. ഡസിൻ ദ മോട്ടോർ വർക്ക്? മോട്ടോർ വർക്ക് ചെയ്യില്ലേ? യെസ്, ദ മോട്ടോർ വർക്ക്സ് വെൻ ദ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റ്. സർക്യൂട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ മോട്ടോർ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ 3 ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാക്കി അല്ലേ? ബൾബ് വെച്ച്, ബസർ, പിന്നെ എന്താ? മിനി മോട്ടോർ ഉപയോഗിച്ച്. ഈ 3ഉം എന്താണ്? ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരുന്നത് കൊണ്ട് വർക്ക് ചെയ്തു. ട്രൈ ടു റൈറ്റ് ഡൗൺ ദ കമ്പോണൻസ് ഇൻ ഈച്ച് സർക്യൂട്ട് ആഫ്റ്റർ എക്സാമിനിങ് ഓൾ ദ 3. 3 സർക്യൂട്ട്സും എക്സാമിൻ ചെയ്തിട്ട് അതിലെ കമ്പോണൻസ് എഴുതാനാണ്. അപ്പോൾ നമുക്ക് എഴുതാം. ദാ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തേതിൽ സർക്യൂട്ടാണ്, സർക്യൂട്ട് 1, സർക്യൂട്ട് 2, സർക്യൂട്ട് 3. സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ എന്താ? ഇലക്ട്രിസിറ്റി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ സർക്യൂട്ടിൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? ടോർച്ച് സെൽസാണ്. സർക്യൂട്ട് 1ലും സർക്യൂട്ട് 2ലും സർക്യൂട്ട് 3ലും 3ലും നമ്മൾ ഉപയോഗിച്ചത് ടോർച്ച് സെൽസാണ്. ഇലക്ട്രിക് ഡിവൈസ്, അതായത് വൈദ്യുത ഉപകരണം, ഏത് ഉപകരണമാണ് നമ്മൾ പ്രവർത്തിപ്പിച്ചത്? ഒന്നാമത്തെ സർക്യൂട്ടിൽ ബൾബായിരുന്നു, രണ്ടാമത്തെ സർക്യൂട്ടിൽ ബസർ, മൂന്നാമത്തെ സർക്യൂട്ടിൽ മിനി മോട്ടോർ. ദ വയർ യൂസ്ഡ് ഫോർ കണക്ഷൻ. കണക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച വയർ ഏതായിരുന്നു? കോപ്പർ വയർ അല്ലേ? 3ലും കോപ്പർ വയറാണ്. സർക്യൂട്ട് 1 കോപ്പർ, സർക്യൂട്ട് 2ലും കോപ്പർ, സർക്യൂട്ട് 3 കോപ്പർ. ഈ ടേബിളിൽ നിന്നും നമുക്ക് മനസ്സിലായത് എന്താണ്? വിച്ച് ഓഫ് ദീസ് കമ്പോണൻസ് ആർ സിമിലർ? ഇതിൽ ഏത് കമ്പോണൻസ് ആണ് സിമിലർ? ആ ടേബിളിൽ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ദ വയർ യൂസ്ഡ് ഫോർ കണക്ഷൻ ആർ സിമിലർ അല്ലേ? സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയും 3ലും സെയിം ആണ്. അതുപോലെ വയർ യൂസ്ഡ് ഫോർ കണക്ഷന് വേണ്ടി ഉപയോഗിച്ച വയറും 3ലും സെയിം ആണ്. ഏതൊക്കെയാണ്? സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ടോർച്ച് സെൽസ് ആണ്, വയർ യൂസ്ഡ് ഫോർ കണക്ഷൻ കോപ്പർ വയറാണ്. മനസ്സിലായല്ലോ? വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്? അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ വരുന്ന കമ്പോണൻസ്, പാർട്ടുകൾ ഏതൊക്കെയാണ്? സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സ് കാണും. ഇവിടെ ടോർച്ച് സെല്ലാണ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഡിവൈസസ് ദാറ്റ് യൂസസ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആ ഇലക്ട്രിസിറ്റിയെ ഉപയോഗപ്പെടുത്തുന്ന ഡിവൈസ് ഏതാണ്?
ഇവിടെ ഏതൊക്കെയായിരുന്നു? ബൾബ്, ബസർ, മിനി മോട്ടോർ. അതുപോലെ വയർ ദാറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്ന, ഇലക്ട്രിസിറ്റിയെ വഹിക്കുന്ന വയർ ഏതാണ്? കോപ്പർ വയർ അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഏതൊക്കെ കമ്പോണൻസ് കാണും? സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി കാണും, ഡിവൈസ് ദാറ്റ് യൂസസ് ഇലക്ട്രിസിറ്റി കാണും, വയർ ദാറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി. ചില ഇലക്ട്രിക് സർക്യൂട്ടിലൊക്കെ സ്വിച്ചും ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ദാ ഇവിടെ 2 ഇലക്ട്രിക് സർക്യൂട്ട് തന്നിട്ടുണ്ട്. അതിലുള്ള ഏതെങ്കിലും ബൾബ് ഗ്ലോ ചെയ്യുമോ? മനസ്സിലായോ? കാരണവും പറയണം. നിങ്ങൾ നോക്കൂ, ഇത് രണ്ടും എങ്ങനെയുള്ള സർക്യൂട്ടാണ്? ഓപ്പൺ സർക്യൂട്ടാണ് അല്ലേ? കാരണം കോപ്പർ വയർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേതിൽ സെല്ലിൽ നിന്നും ബൾബിലോട്ട് പോകുന്ന കോപ്പർ വയർ കംപ്ലീറ്റ് അല്ല അല്ലേ? അതുപോലെ സെക്കൻഡ് എന്താണ്? ആ സെല്ലിൽ നിന്നും കോപ്പർ വയർ മാറിയാണ് നിൽക്കുന്നത്. ബോത്ത് ആർ ഓപ്പൺ സർക്യൂട്ട്സ്, സോ ദ ബൾബ് ഈസ് നോട്ട് ഗ്ലോയിങ് അല്ലേ? രണ്ടും ഓപ്പൺ സർക്യൂട്ടാണ്, അതുകൊണ്ട് ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. കോപ്പർ വയേഴ്സ് ആർ യൂസ്ഡ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ഓൾ സർക്യൂട്ട്സ് വി ഹാവ് സീൻ. നമ്മളിപ്പോൾ കണ്ടു, നമ്മൾ പഠിച്ച എല്ലാ സർക്യൂട്ടിലും കോപ്പർ വയറാണ് ഉപയോഗിച്ചത്. ഡു ഓൾ സബ്സ്റ്റൻസസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? എല്ലാ സബ്സ്റ്റൻസും ഇലക്ട്രിസിറ്റി കടത്തിവിടുമോ? അതായത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുമോ? നമുക്ക് നോക്കാം. ഫോർ കറണ്ട് ടു ഫ്ലോ, കറണ്ട് ഫ്ലോ ചെയ്യുമോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. മേക്ക് ആൻ അറേഞ്ച്മെൻറ്റ് ആസ് ഷോൺ ബിലോ. ട്രൈ ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട് യൂസിങ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക. വിച്ച് മെറ്റീരിയൽസ് മെയ്ഡ് ദ ബൾബ് ഗ്ലോ? അതിൽ ഏത് മെറ്റീരിയൽസ് ആണ് ബൾബിനെ പ്രകാശിപ്പിച്ചതെന്ന് നോക്കുക. നമുക്ക് ചെയ്ത് നോക്കാം. ഈ ടേബിൾ നോക്കൂ. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ദ എക്സ്പെരിമെൻറ്റ്, എക്സ്പെരിമെൻറ്റിന് ഉപയോഗിച്ച മെറ്റീരിയൽസ് ആണ്. രണ്ടാമത്തെ കോളത്തിൽ ബൾബ് ഗ്ലോസ് ഓർ ഡസ് നോട്ട് ഗ്ലോ, ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ ഗ്ലോ ചെയ്യുന്നില്ലേ? കറണ്ട് ഈസ് കണ്ടക്റ്റഡ് നോട്ട് കണ്ടക്റ്റഡ്, ഇതിൽ നിന്നും കറണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ലേ എന്ന് എഴുതുക. ഒന്നാമത്തെ മെറ്റീരിയൽ നെയിലാണ്, ആണി. ബൾബ് ഗ്ലോസ്, ആണി ഉപയോഗിച്ചപ്പോൾ ബൾബ് കത്തി. കറണ്ട് ഈസ് കണ്ടക്റ്റഡ്, അപ്പോൾ അതിൽ നിന്നും മനസ്സിലായി കറണ്ട് കണ്ടക്ട് ചെയ്യുന്നു, ആണി കറണ്ടിനെ കടത്തിവിടുന്നു. പീസ് ഓഫ് പേപ്പർ, പേപ്പറിൻ്റെ ഒരു കഷ്ണം. ഡസ് നോട്ട് ഗ്ലോ, ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? പേപ്പർ കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നില്ല. ഇനി ബ്ലോക്ക് ഓഫ് വുഡ്, തടിക്കഷ്ണം. ഡസ് നോട്ട് ഗ്ലോ, ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല, കറണ്ട് ഈസ് നോട്ട് കണ്ടക്റ്റഡ്. സ്റ്റീൽ സ്പൂൺ, ബൾബ് ഗ്ലോസ്, കറണ്ട് ഈസ് കണ്ടക്റ്റഡ്. പ്ലാസ്റ്റിക് വയർ, ബൾബ് ഡസ് നോട്ട് ഗ്ലോ, നോട്ട് കണ്ടക്റ്റഡ്. റബ്ബർ ബാൻഡ്, ഡസ് നോട്ട് ഗ്ലോ, നോട്ട് കണ്ടക്റ്റഡ്. ടിൻ ഷീറ്റ്, ബൾബ് ഗ്ലോസ്, കറണ്ട് ഈസ് കണ്ടക്റ്റഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ മെറ്റീരിയൽസിൽ ബൾബ് ഗ്ലോ ചെയ്ത മെറ്റീരിയൽസ് എല്ലാം കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നതാണ്, കറണ്ടിനെ വഹിച്ചു കൊണ്ടുപോകുന്നു. എന്നാൽ ഡസ് നോട്ട് ഗ്ലോ, പ്രകാശിക്കാത്ത വസ്തുക്കളൊക്കെ കറണ്ട് ഈസ് നോട്ട് കണ്ടക്റ്റഡ്. അപ്പോൾ ഇവയിൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്ത വസ്തുക്കൾ ഏതൊക്കെയാണ്? നെയിൽ, സ്റ്റീൽ സ്പൂൺ, അതുപോലെ ടിൻ ഷീറ്റ് അല്ലേ? ഇവയെ നമ്മളൊരു പേരിട്ട് വിളിക്കും, കണ്ടക്റ്റേഴ്സ് എന്ന് പറയും. എന്താണ്? ചാലകങ്ങൾ. വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് കണ്ടക്റ്റേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എങ്കിൽ നമുക്ക് പറയാം, ഈ നെയിൽ, അതുപോലെ സ്റ്റീൽ സ്പൂൺ, ടിൻ ഷീറ്റ് ഇവയൊക്കെ കണ്ടക്റ്റേഴ്സ് ആണ്. അപ്പോൾ എന്താണ് കണ്ടക്റ്റേഴ്സ്? സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടക്ട്സ് ഇലക്ട്രിസിറ്റി ആർ കോൾഡ് കണ്ടക്റ്റേഴ്സ്. ഓൾ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്റ്റേഴ്സ്. മെറ്റൽസ് എല്ലാം, ലോഹങ്ങളെല്ലാം നല്ല ചാലകങ്ങളാണ്, അതായത് കണ്ടക്റ്റേഴ്സ് ആണ്. എക്സാമ്പിൾ അയൺ, ടിൻ, കോപ്പർ, ബ്രോൺസ്, സിങ്ക്, മഗ്നീഷ്യം എക്സെട്ര. അങ്ങനെയാണെങ്കിൽ വൈദ്യുതി കടത്തിവിടാത്ത പേപ്പറും തടിക്കഷ്ണവും അതുപോലെ പ്ലാസ്റ്റിക് വയർ, റബ്ബർ ബാൻഡ് ഇവയെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയാം. എന്താണ്? ഇൻസുലേറ്റേഴ്സ്. എന്താണ് ഇൻസുലേറ്റേഴ്സ്? സബ്സ്റ്റൻസസ് വിച്ച് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെയാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാർഡ്ബോർഡ്, റബ്ബർ, വുഡ്, പേപ്പർ, പിന്നെയോ പ്ലാസ്റ്റിക്, ക്ലോത്ത് ഇതൊക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പോൾ എന്താണ് കണ്ടക്റ്റേഴ്സ് എന്ന് പഠിച്ചു, എക്സാമ്പിൾ അറിയാം. ഇൻസുലേറ്റേഴ്സ് എന്താണ്, അതിനുള്ള എക്സാമ്പിൾസ് അറിയാം. നമ്മളിപ്പോൾ പഠിച്ച സർക്യൂട്ട്സിലെല്ലാം സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി അതുപോലെ ഡിവൈസ് ഒക്കെ വരച്ചു അല്ലേ? അപ്പോൾ സർക്യൂട്ടിൽ വരുന്ന കമ്പോണൻസ് ഒക്കെ വരയ്ക്കാൻ വളരെ പാടല്ലേ? അപ്പോൾ നമ്മൾ അതിന് പകരം സിംബൽസ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസിൻ്റെ സിംബൽസ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിംബൽ ഓഫ് ഈച്ച് ബൈ ഒബ്സർവിങ് ദ ടേബിൾ ബിലോ. ഈ ടേബിളിൽ ഓരോന്നിൻ്റെയും സിംബൽ തന്നിട്ടുണ്ട്. അതായത്
ഇലക്ട്രിക് സെൽ അതിൻ്റെ സിമ്പൽ എങ്ങനെയാണ്, ബാറ്ററി അതിൻ്റെ സിമ്പൽ എങ്ങനെയാണ്. ഈ സിമ്പൽസിൽ നിന്നും ആ ഡയഗ്രാം, അതായത് ആ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ സിമ്പൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാ നോക്കൂ, ഇലക്ട്രിക് സെല്ലിൻ്റെ സിമ്പൽ കണ്ടല്ലോ. അപ്പോൾ ഈ സിമ്പൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇത് ഇലക്ട്രിക് സെല്ലാണ്. ബാറ്ററിയുടെ സിമ്പൽ ബൾബിൻ്റെ സിമ്പൽ, ഗ്ലോയിങ് ബൾബ് പ്രകാശിക്കുന്ന ബൾബിൻ്റെ സിമ്പൽ, സ്വിച്ച് ഇൻ ദ ഓൺ മോഡ് ഓണായി കിടക്കുന്ന സ്വിച്ച് എങ്ങനെയാണ്, സ്വിച്ച് ഇൻ ദ ഓഫ് മോഡിലുള്ള സ്വിച്ച് എങ്ങനെയാണ്, ബസറിൻ്റെ സിമ്പൽ ദ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, ഫ്യൂസിൻ്റെ സിമ്പൽ, അതുപോലെ കണ്ടക്റ്റിംഗ് വയറിൻ്റെ സിമ്പൽ. അപ്പോൾ എല്ലാ കമ്പോണൻസിൻ്റെയും സിമ്പൽസ് പഠിച്ചു എങ്കിൽ നമ്മൾ നേരത്തെ വരച്ച സർക്യൂട്ടുകൾ ഈ സിമ്പൽ ഉപയോഗിച്ച് പൂർത്തിയാക്കുക. എങ്ങനെ വരയ്ക്കാം? നമ്മൾ ആദ്യം ബൾബ് ഗ്ലോ ചെയ്യുന്ന ഒരു സർക്യൂട്ട് വരച്ചു. അവിടെ ടോർച്ച് സെല്ലിൻ്റെ സ്ഥാനത്ത് ബാറ്ററിയുടെ സിമ്പൽ കൊടുക്കുക, കോപ്പർ വയറിന് അതിൻ്റെ സിമ്പൽ കൊടുക്കുക, പിന്നെന്താണ് ഗ്ലോ ചെയ്യുന്ന ബൾബിന് അതിൻ്റെ സിമ്പൽ. മനസ്സിലായോ? അതുപോലെ ഗ്ലോയിങ് ബൾബിന് പകരം ബസർ കൊടുക്കുക, മൂന്നാമത്തേതിൽ മിനി മോട്ടോർ കൊടുക്കുക. ഇങ്ങനെ നമുക്ക് മാറ്റി വരയ്ക്കാം. ഇനി ഈ പിക്ചർ നോക്കൂ. നോട്ട് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി വാട്ട് 1, 2, 3 and 4 ഇൻ ദ ഗിവൺ സർക്യൂട്ട് ഇൻഡിക്കേറ്റ്. ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ 1, 2, 3, 4 എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് സയൻസ് ഡയറിയിൽ എഴുതുക. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണോ ഓപ്പൺ സർക്യൂട്ടാണോ? നമുക്കറിയാം ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. എങ്ങനെ മനസ്സിലായി? ഒന്നാമത്തേത് ബൾബ് ഗ്ലോ ചെയ്യുന്നു. ബൾബ് ഗ്ലോ ചെയ്യണമെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കണം. അതുപോലെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണെന്ന് പറയാം. ഇതിൽ ഒന്നാമത്തേത് ഗ്ലോയിങ് ബൾബാണ്, രണ്ടാമത്തേത് കണ്ടക്റ്റിംഗ് വയർ, 3 ബാറ്ററി, 4 സ്വിച്ച് ഇൻ ദ ഓൺ മോഡ് അല്ലേ. നാലാമത്തേത് ഓൺ മോഡിലെ ഒരു സ്വിച്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച സർക്യൂട്ടിൽ നിന്നും ഇതിലുള്ള വ്യത്യാസം എന്താണ്? ഒരു സ്വിച്ച് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് സ്വിച്ച്? വാട്ട് ഈസ് എ സ്വിച്ച്? എ സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് എ സർക്യൂട്ട് വർക്ക് ഓൺലി വെൻ നെസസറി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം സർക്യൂട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വയ്ക്കാവുന്ന ഒരു അറേഞ്ച്മെൻറ്റാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വിച്ച് ഇല്ല എങ്കിൽ ബൾബ് ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സ്വിച്ച് ഓണാക്കാനും ഓഫാക്കാനും പറ്റിയാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓണാക്കാം. എ സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് എ സർക്യൂട്ട് വർക്ക് ഓൺലി വെൻ നെസസറി. മനസ്സിലായോ? ഈ സ്വിച്ചും പലതരത്തിലുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് ഏതൊക്കെയാണ്? ഓർഡിനറി സ്വിച്ച്, ബെൽ സ്വിച്ച്, 2-വേ സ്വിച്ച്, പ്രസ് ബട്ടൺ സ്വിച്ച്, DP സ്വിച്ച്. ഓരോന്നും ഏതാണെന്ന് നോക്കൂ. ഓർഡിനറി സ്വിച്ച് അല്ലേ, നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഓർഡിനറി സ്വിച്ച്. അടുത്തത് ബെൽ സ്വിച്ചാണ്. ബെൽ സ്വിച്ച് അറിയാലോ, കോളിംഗ് ബെല്ലിൽ ഉപയോഗിക്കുന്ന ബെൽ സ്വിച്ച്. അത് പ്രസ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാകുന്നു. അതുപോലെ നമ്മൾ കൈ മാറ്റുമ്പോൾ സൗണ്ട് മാറുന്നു. ഇറ്റ് സ്റ്റോപ്സ് പ്രൊഡ്യൂസിങ് സൗണ്ട് വെൻ ദ ഫിംഗർ ഈസ് വിത്ഡ്രോൺ. അടുത്തത് ഏതാണ്? 2-വേ സ്വിച്ച്. 2-വേ സ്വിച്ചാണ് ബെഡ്റൂമിൽ ഉപയോഗിക്കുന്നത്. സ്വിച്ച് ബോർഡിലും ഒരു സ്വിച്ച് കാണും, നമ്മുടെ ബെഡിനടുത്തായിട്ടും ഒരു സ്വിച്ച് കാണും. രണ്ടിൽ ഏത് പ്രവർത്തിപ്പിച്ചാലും ആ അപ്ലയൻസ് വർക്ക് ചെയ്യും. മനസ്സിലായി? അടുത്തത് പ്രസ് ബട്ടൺ സ്വിച്ചാണ്, അതായത് പ്രസ് ബട്ടൺ പോലുള്ള സ്വിച്ച്. DP സ്വിച്ച്, ഡബിൾ പോൾ സ്വിച്ച് എന്നാണ് പറയുന്നത്. അത് കൂടുതൽ കറണ്ട് ആവശ്യമുള്ള മോട്ടോർ പോലുള്ള അപ്ലയൻസിലാണ് ഉപയോഗിക്കുന്നത്. DP സ്വിച്ച്, ഡബിൾ പോൾ സ്വിച്ച്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് ഏതൊക്കെയാണ്? ഓർഡിനറി സ്വിച്ച്, ബെൽ സ്വിച്ച്, 2-വേ സ്വിച്ച്, പ്രസ് ബട്ടൺ സ്വിച്ച്, DP സ്വിച്ച്. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയേഴ്സ് ഉണ്ട്. വയറുകളും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? മൾട്ടി സ്ട്രാൻഡഡ് വയർ, ലാമിനേറ്റഡ് വയർ, സർവീസ് വയർ, നോൺ ഇൻസുലേറ്റഡ് വയർ. ഏതൊക്കെയാണ്? മൾട്ടി സ്ട്രാൻഡഡ് വയർ, ലാമിനേറ്റഡ് വയർ, സർവീസ് വയർ, നോൺ ഇൻസുലേറ്റഡ് വയർ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയേഴ്സും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസും മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട്, എന്താണ് ഓപ്പൺ സർക്യൂട്ട്, അതുപോലെ കണ്ടക്ടേഴ്സ് എന്താണ്, ഇൻസുലേറ്റേഴ്സ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് ഏതൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയേഴ്സ്, അതുപോലെ സിംബൽസ് യൂസ്ഡ് ഇൻ സർക്യൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.